ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ തന്നെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ക്യാപ്സിക്കൊക്കെ ആണെങ്കിൽ ഒരെണ്ണം വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഡ്രൈഡ് ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് കുക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊന്നും ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഉള്ളിയൊക്കെ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിസ്സ സോസാണ്. അപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിസ്സ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ടൊമാറ്റോ സോസ് ഉണ്ടാവുമല്ലോ, അത് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1.25 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് പിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേവിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത്ര തന്നെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസായിട്ടും ആവരുത്, ഒരുപാട് തിക്കായിട്ടും ആവരുത്. അതിനനുസരിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് മൈദയിലേക്ക് ടോട്ടലായിട്ട് 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത്. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് സമോസ ഷീറ്റാണ്. അപ്പോൾ നമുക്ക് ഒരു ഷീറ്റിനെ ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു സമോസ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് 2 സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചൂടാറാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മസാല നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചെടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സമോസ ഷീറ്റിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഈ കുറച്ച് മൈദയിൽ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സമോസ ഷീറ്റിൻ്റെ അറ്റത്ത് ഇതുപോലെ ആ മൈദയുടെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി കാണുന്നത് പോലെ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ആ മൈദ തേച്ച് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ഒട്ടി വരികയും ചെയ്യും കേട്ടോ. ഇനി 2 സൈഡിൽ ഈ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് നമ്മുടെ മസാല ഒന്നും കൂടെ ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ഇതേപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ മൈദയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൽ നന്നായിട്ട് മുക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കാം. വീണ്ടും ആ മൈദ മിക്സിലൊന്നും കൂടെ മുക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഇതുപോലെ 2 സൈഡും ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. കണ്ടില്ല, ഇതേപോലെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഇതേപോലെ തന്നെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എണ്ണ നല്ല പോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാ സൈഡും നന്നായിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം.
അതുപോലെ രണ്ട് സൈഡും നല്ല അടിപൊളി ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ചൂടോട് കൂടിയിട്ട് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ സമോസൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.